ഓം നമോ ഭഗവതേ വാസുദേവായ. ഹരിമുരളീരവത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നാരായണ നാരായണ ജയ ഗോവിന്ദ ഹരേ ഗോവിന്ദ ഹരേ. നാരായണ നാരായണ ജയ ഗോപാല ഹരേ ഗോപാല ഹരേ. ഇന്ന് നമുക്ക് 7ഉം 8ഉം ശ്ലോകങ്ങൾ നോക്കാം. ശ്രീമന്നാരായണീയം ദശകം 82 ബാണയുദ്ധവും നൃഗമോക്ഷവും. ശ്ലോകം 7. ചാപാനാം പഞ്ചശത്യ പ്രസഭമുപഗതേ ഛിന്നചാപേഥ ബാണേ വ്യർത്ഥേ യാതേ സമേതോ ജ്വരപതിരശനൈരജ്വരിത്വജ്വരേണ ജ്ഞാനീസ്തുത്വാഥ ദത്വാ തവ ചരിതജുഷാം വിജ്വരം സജ്വരോഗാത് പ്രായോന്തർജ്ഞാനവന്തോപി ച ബഹുതമസാ രൗദ്രചേഷ്ടാ ഹി രൗദ്ര. നമുക്കിതിലെ വാക്കുകൾ പിരിച്ചിട്ട് അർത്ഥം നോക്കാം. ചാപാനാം പഞ്ചസത്യ പ്രസഭം ഉപഗതേ ഛിന്നചാപേഥ ബാണേ വ്യർത്ഥേ യാതേ സമേതോ ജ്വരപതിർ അശനൈർ അജ്വരി ത്വത് ജ്വരേണ ജ്ഞാനീ സ്തുത്വാഥ ദത്വാ തവ ചരിതജുഷാം വിജ്വരം സ ജ്വരോഗാത് പ്രായോന്തർജ്ഞാനവന്തോപി ച ബഹുതമസാ രൗദ്രചേഷ്ടാ ഹി രൗദ്രാ. അർത്ഥം: അഥ അനന്തരം, ബാണേ ബാണൻ, ചാപാനാം വില്ലുകളുടെ, പഞ്ചശത്യ 500 എണ്ണത്താൽ, പ്രസഭം വേഗം തന്നെ, ഉപഗതേ വന്നപ്പോൾ, ഛിന്നചാപേ വില്ലുകളെല്ലാം മുറിക്കപ്പെട്ടവനായി, വ്യർത്ഥേ കാര്യം സാധിക്കാതെ, യാതേ മടങ്ങിപ്പോയപ്പോൾ, സമേത യുദ്ധത്തിനായിട്ട് വന്ന, ജ്വരപതി ജ്വരങ്ങളുടെ നായകൻ, അതായത് ശിവജ്വരം, അശനൈ വേഗം, ത്വജ്വരേണ അങ്ങയുടെ ജ്വരത്താൽ, അതായത് വിഷ്ണു ജ്വരം, അജ്വരി ചൂട് പിടിപ്പിക്കപ്പെട്ടു, തോൽപ്പിക്കപ്പെട്ടു, അഥ പിന്നീട്, സ ജ്വരം ആ ജ്വരം, അതായത് ശിവജ്വരം, സ്തുത്വ സ്തുതിച്ചിട്ട്, തവ അങ്ങയുടെ, ചരിതജുഷാം മഹത്വം പുകഴ്ത്തുന്നവർക്ക്, വിജ്വരം ജ്വരമില്ലായ്മ, ദത്വ കൊടുത്തിട്ട്, അഗാത് പോയി, രൗദ്ര ശിവപാർഷദന്മാർ, അന്ത ഉള്ളിൽ, ജ്ഞാനഹന്ത അപി ജ്ഞാനമുള്ളവരാണെങ്കിലും, ബഹുതമസ അധികമായ തമസ്സിനാൽ, അതായത് അജ്ഞാനത്താൽ, പ്രായ മിക്കവാറും, രൗദ്രചേഷ്ടാ ഹി രൗദ്രവൃത്തികളോടു കൂടിയവരായി തീർന്നുവല്ലോ. നമുക്ക് ഈ ശ്ലോകത്തിലെ അക്ഷരങ്ങൾ ഒന്ന് നോക്കാം, എങ്ങനെ ചൊല്ലുകയെന്നും. ചാപാനാം പഞ്ചശത്യ, ഞ്ച എന്നുള്ളത് ഞാച്ച എന്നാണ്. പ്രസഭം ഉപഗതേ ചേർത്ത് ചൊല്ലുമ്പം പ്രസഭമുപഗതേ, ഭ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഉറപ്പിച്ച് പറയണം. ഛിന്നചാപേ അഥ ബാണേ, ഛിന്നചാപേഥ ബാണേ, ഛി എന്നുള്ള അക്ഷരം നന്നായിട്ട് ഉറപ്പിച്ച് പറയാനുള്ളതാണ്. അഥ എന്നുള്ളതിൻ്റെ ഥ എന്നും ഉറപ്പിച്ച് പറയണം. ബാണേ എന്നുള്ളതിൻ്റെ ബ എന്ന് മൃദുവായിട്ട് പറഞ്ഞാൽ മതി. വ്യർത്ഥേ, ഥേ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഉറപ്പിച്ച് പറയണം. യാതേ സമേതോ ജ്വരപതിരശനൈരജ്വരി, അജ്വരി ത്വത് ജ്വരേണ ചേർത്ത് ചൊല്ലുമ്പം ജ്വരപതിരശനൈരജ്വരി ത്വജ്വരേണ. അജ്വരി 2 ജ എന്നാണ്. ജ്വ ഒന്നുമെല്ലാം ഊന്നി പറഞ്ഞാൽ മതി. അതേപോലെ ത്വത് ജ്വരേണ, അതാണ് ത്വജ്വരേണ. ജ്ഞാനീ സ്തുത്വാഥ, ഥ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഉറപ്പിച്ച് പറയണം. ജ്ഞാനീ എന്നുള്ളതിന് ജ ഞാ എന്നാണ്. ദത്വാ തവ ചരിതജുഷാം വിജ്വരം സ ജ്വരോഗാത്, ജ്വര അഗാത് അത് ചേർത്താണ് ജ്വരോഗാത്. പ്രായോന്തർ ജ്ഞാനവന്തോപി,
പ്രായ അന്തർ ജ്ഞാനവന്ത അപി അത് ചേർത്തിട്ടാണ് പ്രായോന്തർ ജ്ഞാനവന്തോപി ച ബഹുതമസ രൗദ്രചേഷ്ടാഹി രൗദ്ര അവിടെ വിസർഗമുണ്ട്. ചാപാനാം പഞ്ചശത്യ പ്രസഭമുപഗതേ ഛിന്ന ചാപേത്ഥ ബാണേ വ്യർത്ഥേ യാതേ സമേതു ജ്വരപതിരശനൈരജ്വരിത്വജ്വരേണ ജ്ഞാനീ സ്തുത്വാഥ ദത്വാ തവ ചരിതജുഷാം വിജ്വരം സജ്വരോഗാത് പ്രായോന്തർജ്ഞാനവന്തോപി ച ബഹുതമസാ രൗദ്രചേഷ്ടാഹി രൗദ്ര. അടുത്തത് 8ാമത്തെ ശ്ലോകം. ബാണം നാനായുധോഗ്രം പുനരഭിപതിതം ദർപ്പദോഷാദ്വിതന്വൻ നിർലൂനാശേഷദോഷം സപദി ബുബുധുഷാ ശങ്കരേണോപഗീത. തദ്വാചാശിഷ്ടബാഹുദ്വിതയമുഭയതോ നിർഭയം തത്പ്രിയം തം മുക്ത്വാ തദ്ദത്തമാനോ നിജപുരമഗമഃ സാനിരുദ്ധഃ സഹോഷ. നമുക്ക് ഈ ശ്ലോകത്തിലെ വാക്കുകൾ പിരിച്ചിട്ട് അർത്ഥം നോക്കാം. ബാണം നാനായുധോഗ്രം പുനർ അഭിപതിതം ദർപ്പദോഷാത് വിതന്വൻ നിർലൂനാശേഷ ദോഷം സപദി ബുബുധുഷാ ശങ്കരേണോപഗീത. തദ്വാച ശിഷ്ടബാഹു ദ്വിതയം ഉഭയതോ നിർഭയം തത്പ്രിയം തം മുക്ത്വാ തദ് ദത്തമാനോ നിജപുരം അഗമഃ സാനിരുദ്ധ സഹോഷ. അർത്ഥം ദർപ്പദോഷാത് അഹങ്കാരം എന്ന ദോഷത്താൽ പുന പിന്നെയും അഭിപതിതം യുദ്ധത്തിനായി നേരിട്ടു വന്നവനും നാനായുധോഗ്രം നാനായുധങ്ങളാൽ ഭയങ്കരനുമായ ബാണനെ നിർലൂനാശേഷദോഷം അഹങ്കാരം തുടങ്ങിയ ദോഷങ്ങളെയെല്ലാം ഇല്ലാത്തവനാക്കി വിതന്വൻ തീർത്തിട്ട് സപതി വേഗം ബുബുധുഷ ബോധമുണ്ടായ ശങ്കരേണ ശിവനാൽ ഉപഗീത സ്തുതിക്കപ്പെട്ടവനായി തത്പ്രിയം ശിവനിഷ്ടപ്പെട്ട തം ആ ബാണനെ തദ്വാച ശിവന്റെ വാക്കിനാൽ ഉഭയത രണ്ടു വശങ്ങളിലും ശിഷ്ടബാഹുദ്വിതയം ശേഷിച്ച രണ്ടു കൈകളോടു കൂടിയവനും നിർഭയം ഭയമില്ലാത്തവനുമാക്കി മുക്ത്വ മോചിപ്പിച്ചിട്ട് തദ്ദത്തമാന അവനാൽ ബഹുമാനിക്കപ്പെട്ടവനായി സാനിരുദ്ധ അനിരുദ്ധനോടും സഹോഷ ഉഷയോടും കൂടി നിജപുരം തൻ്റെ പുരമായ ദ്വാരകയെ അഗമ പോയി. നമുക്ക് ഈ ശ്ലോകത്തിലെ അക്ഷരങ്ങളൊന്ന് നോക്കാം. ബാണം ബ എന്നുള്ളത് മൃദുവായിട്ട് പറഞ്ഞാൽ മതി. നാനായുധോഗ്രം ധ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഉറപ്പിച്ച് പറയണം. പുനർ അഭിപതിതം പുനരഭിപതിതം ഭി എന്നുള്ള അക്ഷരം നന്നായിട്ട് ഉറപ്പിച്ച് പറയണം. ദർപ്പദോഷാദ് വിതന്വൻ ചേർത്ത് ചൊല്ലുമ്പം ദർപ്പദോഷാദ്വിതന്വൻ നിർലൂനാശേഷദോഷം സപതി ബുബുധുഷാ ധു എന്നുള്ള അക്ഷരം നന്നായിട്ട് ഉറപ്പിച്ച് പറയാനുള്ളതാണ്. ശങ്കരേണോപഗീത ശങ്കരേണോപഗീത അവിടെ വിസർഗം. തദ്വാച തദ്വാച എന്നുള്ളത് നമ്മൾക്ക് പിരിച്ചിട്ട് പറയാം. തദ്വാച ശിഷ്ടബാഹുദ്വിതയം ഉഭയതോ ചേർത്ത് ചൊല്ലുമ്പോൾ ശിഷ്ടബാഹുദ്വിതയമുഭയതോ ഭ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഉറപ്പിച്ച് പറയണം. നിർഭയം ഇവിടെ അതേപോലെ ഭ എന്ന് ഉറപ്പിച്ച് പറയാനുള്ളതാണ്. തത്പ്രിയം തം മുക്ത്വാ തദ് ദത്തമാനോ ചേർത്ത് ചൊല്ലുമ്പോൾ തദ്ദത്തമാനോ ദ എന്നുള്ളത് രണ്ട് ദ എന്നുണ്ട്, മെല്ലെന്ന് ഊന്നി പറയണം. നിജപുരം അഗമ ചേർത്ത് ചൊല്ലുമ്പോൾ നിജപുരമഗമ അവിടെ വിസർഗിട്ട് ചൊല്ലുകയാണെങ്കിൽ പിന്നെ സാനിരുദ്ധ എന്നുള്ളതിന് ഒരു സാ മതി. ചേർത്ത് ചൊല്ലുമ്പോൾ സ എന്ന് ചൊല്ലണം. സ അനിരുദ്ധ ചേർത്ത് ചൊല്ലുമ്പോൾ സാനിരുദ്ധ ധ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഉറപ്പിച്ച് പറയണം. സഹ ഉഷ ചേർത്ത് ചൊല്ലുമ്പോൾ സഹോഷ ഇവിടെ അതേപോലെ തന്നെയാണ്. അനിരുദ്ധ എന്ന് കഴിഞ്ഞിട്ട് വിസർഗിട്ടിട്ട് ചൊല്ലുകയാണെങ്കിൽ
സഹ ഉഷ എന്നാണത്. ഒരു സാന്ന് മതി, ചേർത്ത് ചൊല്ലുമ്പോൾ 2 സാന്ന് വേണം. സഹോഷ ലാസ്റ്റിൽ വിസർഗം. ബാണം നാനായുധോഗ്രം പുനരഭിപതിതം ദർപ്പദോഷാദ്വിതന്വൻ നിർലൂനാശേഷദോഷം സപതി ബുബുധുഷാ ശങ്കരേണോപഗീത തദ്വാചാശിഷ്ടബാഹുദ്വിതയമുഭയതോ നിർഭയം തത്പ്രിയം തം മുക്ത്വാ തദ്ദത്തമാനോ നിജപുരമഗമഃ സാനിരുദ്ധഃ സഹോഷ. ഹരിനാരായണ ഗോവിന്ദ ജയ നാരായണ ഗോവിന്ദ ഹരിനാരായണ ജയ നാരായണ ഗോവിന്ദ ഗോവിന്ദ ഗോവിന്ദ.